ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിൽ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മുടെ. മസൂരിയിലാണ് ഇപ്പോൾ ഉള്ളത്. മസൂരിയിലുള്ള ഫേമസ് ഡെസ്റ്റിനേഷനായിട്ടുള്ള കെംപ്റ്റി വാട്ടർഫാൾ എന്നുള്ള വാട്ടർഫാൾ കാണാൻ പോകുന്നതാണ് ഇന്നത്തെ ട്രാവൽ സ്റ്റോറി. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഉത്തരാഖണ്ഡ്, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇവിടുത്തെ ഒരു ടെറൈൻ ഇങ്ങനെയാണ്. ഒരുപാട് മലകളും അതിനോട് ചേർന്നുള്ള റോഡുകളും നല്ലപോലെ എൻജോയ് ചെയ്ത് ഡ്രൈവിംഗ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് ഉത്തരാഖണ്ഡ്. അപ്പോൾ ഉത്തരാഖണ്ഡിന് ദേവഭൂമി എന്നുള്ള പേര് അതിന് അറിഞ്ഞിട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും നല്ലൊരു സ്ഥലം, നല്ല ഭംഗിയുള്ള മനുഷ്യർ, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ എല്ലാവരും ഒരു വട്ടം വന്ന് വിസിറ്റ് ചെയ്യുക. ഉത്തരാഖണ്ഡ് പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ 20-22 ആ റേഞ്ചിലാണ്. സമ്മർ സീസണാണ്. എന്നാലും വലിയ കാര്യമായി ചൂടൊന്നുമില്ല, വെയിലുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ റോഡിലൊന്നും വണ്ടികളില്ല. പിന്നെ നമ്മുടെ റെൻ്റ് സ്കൂട്ടർ എടുക്കേണ്ട കാര്യങ്ങൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അവരുടെ നിന്ന് വണ്ടി എടുക്കാം. 500 രൂപ ആ റേഞ്ചിലാണ് പെർ ഡേ വരിക. ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ അവർ തരുന്നതായിരിക്കും. പിന്നെ ഹോട്ടലിൻ്റെ റിവ്യൂസൊക്കെ നാം കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു, കാണാത്തവരത് കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന കെംപ്റ്റി വാട്ടർഫാളിനെ പറ്റി പറയുകയാണെങ്കിൽ 1835 നമ്മുടെ ഒരു ബ്രിട്ടീഷ് ഓഫീസറായിരുന്ന ജോൺ മിക്കിയാൻ എന്നുള്ള ഒരു ഓഫീസറാണ് ഈ ഒരു വാട്ടർഫാൾ കണ്ടുപിടിച്ചത്. പിന്നെ അവർ ക്യാമ്പിങ്ങിനും ടീ കുടിക്കാൻ അങ്ങനെയുള്ള അവരുടെ ഒരു ടൂറിസ്റ്റ് പർപ്പസിനായി ഉപയോഗിച്ച് വന്നിരുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ഈ കെംപ്റ്റി. അന്ന് പണ്ടത്തെ കാലത്ത് ക്യാമ്പ് ടീ എന്നായിരുന്നു ഇതിൻ്റെ പേരെങ്കിൽ ഇപ്പോൾ അത് കെംപ്റ്റിയായി മാറിയിരിക്കുകയാണ്. അവർ ഈ വാട്ടർഫാളിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ അവരുടെ വെക്കേഷൻ, ചായ കുടിയും അതുപോലെ ക്യാമ്പിങ്ങും അങ്ങനെയായി ആ ഒരു ക്ലൈമറ്റ്, ഇവിടുത്തെ വെതർ തണുപ്പാണല്ലോ, അപ്പോൾ അതനുസരിച്ച് എൻജോയ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. ഏകദേശം 50 അടി ഓളം ഉയരമുള്ളൊരു വാട്ടർഫാളാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം എത്രത്തോളം ഹൈറ്റ് ഉണ്ട്. ഞാൻ കാണാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇനി നമുക്ക് കാഴ്ചകളിലേക്ക് കിടക്കാം. പോകുന്ന വഴിക്ക് ആദ്യമായിട്ട് ഞാൻ ഇവിടെ നിർത്താൻ കാരണം ചെറിയൊരു വാട്ടർഫാൾ കണ്ടു. ഇറങ്ങണം എന്നുണ്ട്, പക്ഷേ ഇറങ്ങാനുള്ള ഗ്യാപ്പില്ല. അവിടെ 2-3 ചെറിയ കുട്ടികൾ നല്ല ഭംഗിയിൽ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അവിടെ. ഇത് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സാണ് ഉത്തരാഖണ്ഡിലെ. നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പോൾ ആ കുട്ടികളൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഞാൻ കുറച്ച് നേരം നോക്കി നിന്നു. ആ വെള്ളത്തേക്ക് ഇറങ്ങാനുള്ള മോഹമുണ്ട്, പക്ഷെ നടന്നില്ല. എന്തായാലും പോകാം, ഇനി അടുത്ത കാഴ്ചകൾ കാണാം. ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. ആ മലയുടെയൊക്കെ ആ സൈഡിലായിട്ടാണ് ഈ കെംപ്റ്റി വാട്ടർഫാൾ വരുന്നത്. കണ്ടോ, ആ ലൈൻ കണ്ടോ? ആ ഒരു ലൈനിൻ്റെ ഭാഗത്താണ് ഫുള്ള് ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് നടക്കുന്നത്. കേബിൾ കാർ അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ വ്യൂ അല്ല, ഒന്നും കൂടി അടുത്തുള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. കിടിലൻ വ്യൂ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ എത്തി. വാട്ടർഫാളിൻ്റെ 2 സൈഡായിട്ടാണുള്ളത്. ഒന്ന് നല്ല റഷുള്ള മെയിൻ വെള്ളം വന്ന് ചാടുന്ന സ്ഥലം, പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് കയറിപ്പോയി കാഴ്ചകൾ കാണാം, എന്നിട്ട് മെയിൻ പോയിന്റിലേക്ക് പോകാം. അങ്ങനെയാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അങ്ങോട്ട് പോകുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ള ഒരുപാട് ഉണ്ട്. 100 രൂപ 150 രൂപ ആ റേഞ്ചിലൊക്കെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ ഇവിടെയൊക്കെ എൻട്രി ഫീ ആണ്. നിങ്ങൾക്ക് കോസ്റ്റ്യൂമുകൾ, ഡ്രസ്സുകളൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഡ്രസ്സിങ് റൂമിനൊക്കെ 20 രൂപ അങ്ങനെയൊക്കെ ചാർജ് കൊടുക്കണം. പിന്നെ ഡ്രസ്സ് ഇവിടെ കിട്ടും, നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാം. ഡ്രസ്സ് കൊണ്ടുവരാത്തവർക്ക് അങ്ങനെയും ചെയ്യാം. എല്ലാവരും വെള്ളത്തിൽ കളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കാരണം സമ്മർ സീസൺ ആണെങ്കിൽ ഡൽഹിയിലൊക്കെ നല്ല ചൂടാവും. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ അല്ലാതെ ഹൈക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയി എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന നമ്മളെപ്പോലെയുള്ള ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് 3 ലെയറായിട്ടാണ് ഈ ഒരു ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഈ വാട്ടർഫാൾ. അപ്പോൾ ഇനി നമുക്ക് മേലത്തെ തട്ടിലേക്ക് ഒന്നുകൂടി കയറി നോക്കാം. എന്നാലാണ് അവിടുത്തെ കാഴ്ചകൾ ഒന്നുകൂടി കാണാൻ പറ്റുള്ളൂ. അത്യാവശ്യം തിരക്കുണ്ട്. ഇതിലും തിരക്കാണ് മെയിൻ വ്യൂ പോയിന്റിൽ. അപ്പോൾ ഇവിടത്തെയും വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മൾ താഴെ നിന്ന് കയറി വന്നപ്പോൾ അവിടെ തിരക്കാണെങ്കിൽ ആൾക്കാർക്ക് ഇവിടെ വന്ന് ഇതിൻ്റെ മേലത്തെ ലെയറിൽ കയറിയിട്ട് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഇതിൻ്റെ മേലെ ഒരു ലെയറും കൂടി ഉണ്ട്, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അതാണ് ഈ ഒരു ഭാഗം. ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം ആളുകൾ തന്നെ ഉള്ളൂ. എന്നാലും നമുക്ക് ഇവിടെ വെള്ളത്തിൽ ഇറങ്ങണം എന്നുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ്, തണുത്ത വെള്ളമാണ്. കാരണം നേരെ മലയുടെ മേലെ നിന്ന് ഇറങ്ങി വരുന്നതാണ്. ഇതിങ്ങനെ 3 തട്ടായിട്ട് പോയിട്ട് ഏറ്റവും താഴെ പോയിട്ട് പതിക്കും. അതാണ് ഇതിൻ്റെ വാട്ടർഫാളിൻ്റെ ഒരു ഭംഗി. ഇതാണ് മറ്റേ
ജോൺ മിക്കാൻ ഇരുന്ന് ചായ കുടിച്ചിരുന്ന സ്ഥലം തോന്നുന്നു. അത്യാവശ്യം ക്യാമ്പിങ്ങിനും ഇതിനൊക്കെ പറ്റിയൊരു വൈബുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വരുമ്പോൾ എന്തായാലും മിസ്സാക്കാതെ വരേണ്ട ഒരു സ്ഥലമാണ് കെംപ്റ്റി ഫാൾ. ഞാനിവിടെ കുറേ നേരം ഇരുന്നു, പോകാൻ തോന്നുന്നില്ല. ഇനി എന്തായാലും വെള്ളത്തിലേക്ക് ഇറങ്ങി നോക്കട്ടെ. വെള്ളം അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ല ഫീലാണ് വെള്ളത്തിൽ. ഞാൻ എന്തായാലും മൊത്തത്തിൽ ഇറങ്ങുന്നില്ല, കാരണം ജസ്റ്റ് ഒന്ന് കളിച്ചിട്ട് വെള്ളത്തിൽ കളിച്ച് കയറുക. കാരണം ഇനി ഒരുപാട് സ്ഥലങ്ങൾ പോകാനുള്ളത് കൊണ്ട് സമയം അധികം സ്പെൻഡ് ചെയ്യുന്നില്ല. പശുക്കളൊക്കെ കണ്ടോ, കയറി വരുന്നുണ്ട്. എങ്ങോട്ടാണ് ഇവരൊക്കെ കയറി പോകണമെന്നറിയില്ല. മേലെ ഇനി വെള്ളച്ചാട്ടം കഴിഞ്ഞ് ഇനി അവിടെ നിന്ന് ഇറങ്ങി വരേണ്ടത് താഴേക്ക്. ഇതുണ്ടോ താഴെ, നമ്മൾ ഏറ്റവും താഴെ കണ്ട വെള്ളച്ചാട്ടമാണ് അവിടെ. ഇനി ഇതിൻ്റെ മെയിൻ വ്യൂ പോയിൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഇവിടെ നിന്ന് കുറച്ചും കൂടി നടക്കാനുണ്ട്. ഇവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് കെംപ്റ്റി ഫാളിൻ്റെ. ഇവിടെ നിന്ന് ഒഴുകി ലെയറായിട്ടാണ് ഇത് പോകുന്നത്. ഇനി ഈ ടൗണിൻ്റെ ഇടയിൽ കൂടെയാണ് ഇത് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങണം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടികളൊന്നും അങ്ങനെ പോയില്ല. പിന്നെ ഒരുപാട് ട്രഡീഷണൽ ഫുഡുകൾ, അങ്ങനെയുള്ള ലോക്കൽ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്കുണ്ട്. അതൊക്കെ ട്രൈ ചെയ്യാം. ഇത് ഇവിടുത്തെ ഒരു ചെറിയ ടൗൺ പോലുള്ളൊരു ഏരിയ ആണ്. റോഡുകളൊക്കെ വളരെ വീതി കുറവാണ്. ഇവിടെ വണ്ടികൾ കൊണ്ടുവരാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. മുന്നേ തന്നെ പാർക്കിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യുക, എന്നിട്ട് നടന്നു വരുന്നതാണ് ബുദ്ധി. സമയം ലാഭിക്കാം. അല്ലാതെ നമ്മൾ പാർക്കിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ ടൈം, ഇവിടെ വന്ന് വണ്ടികൾ ബ്ലോക്കായിട്ട് ടൈം ഒരുപാട് വേസ്റ്റ് ആവും. അപ്പോൾ അതിനാരും നിൽക്കണ്ട, നേരെ ഇങ്ങനെ പോരുക. പിന്നെ ഇവിടെ ടിക്കറ്റ് ഫ്രീ, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം. വാട്ടർഫാൾ കാണാനൊക്കെ ടിക്കറ്റ് ഫ്രീ ആണ്. നമുക്ക് ആകെ വേണ്ടത് പാർക്കിങ്ങിൻ്റെ ചാർജ് കൊടുക്കണം. പിന്നെ അഡീഷണൽ ഡ്രസ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മൾ മേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ, പിന്നെ നമ്മൾ ഈ ലോക്കർ റൂമിൽ എന്തെങ്കിലും സാധനം വയ്ക്കുന്ന അതിൻ്റെ ചാർജുകൾ നിങ്ങൾക്ക് വരും. അപ്പോൾ ഇനി എന്തായാലും നമുക്കത് കാണാനുള്ള വ്യൂ പോയിൻറ്റിലേക്ക് ഇറങ്ങാം. അത് ഇറങ്ങുന്ന വഴിക്ക് ഇതുപോലെ തന്നെയാണ്, രണ്ട് സൈഡും ഒരുപാട് ഷോപ്പുകളാണ് കണ്ടോ. ഒരുപാട് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനുള്ള ഒരുപാട് സ്റ്റോറുകൾ ഇവിടെ രണ്ട് സൈഡിലും തുറന്നിട്ടുണ്ട്. ഹാൻഡിക്രാഫ്റ്റ് അങ്ങനെയുള്ള ഒരുപാടുണ്ട്. കുട്ടികൾക്കുള്ള പ്ലേ സ്റ്റേഷൻസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്യാവശ്യം നല്ല റഷും ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. അത്രയും അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ളൊരു സ്പോട്ടായിട്ട് കൂടി ഇവിടെ ഇത്രയും റഷ് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആതിരപ്പള്ളിയൊക്കെ പോലെ തന്നെയുള്ള വേറൊരു മെയിൻ സ്ഥലമാണ് ഇത്, ഉത്തരാഖണ്ഡിലുള്ള കെംപ്റ്റി വാട്ടർഫാൾ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവരുടെ മെയിൻ ഈ വെള്ളം വന്ന് ചാടുന്ന ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ വ്യൂ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് കാണാം. എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. ആ വെള്ളം വരുന്നുണ്ടോ, എത്ര ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. ഇതിൻ്റെ മേലൊരു പോയിന്റിലാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിനി ഇവിടെ നിന്ന് പതുക്കെ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ഒരുപാട് സന്തോഷം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.